ബാബറി മസ്ജിദ് ഭാരത മണ്ണിൽ ഉയരാൻ അനുവദിക്കില്ല. ഇത് ബാബറി മസ്ജിദിന്റെ ഒരു പകർപ്പ് മാത്രമാണ്, യഥാർത്ഥ പള്ളിയല്ല. യഥാർത്ഥ പള്ളി ഇന്ന് നിലവിലില്ല എങ്കിൽ അതിന്റെ പകർപ്പിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്ന MLA ഹുമയൂൺ കബീറിന്റെ പ്രഖ്യാപനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ രംഗത്ത്. മസ്ജിദ് നിർമ്മിക്കുന്നതിനായി തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ തന്നെ ഹുമയൂൺ കബീർ ഫണ്ടുകൾ ശേഖരിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. എന്നാൽ അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ മസ്ജിദ് ഉയരുന്നതെങ്കിൽ ബുൾഡോസർ കയറി ഇറങ്ങാൻ പോലും മടിക്കില്ല എന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹിമന്ത വിശ്വ ശർമ്മ ഇവിടെ പറയാതെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നതും. ഇത് ബാബറി മസ്ജിദിന്റെ ഒരു പകർപ്പ് മാത്രമാണ്, യഥാർത്ഥ പള്ളിയല്ല. യഥാർത്ഥ പള്ളി ഇന്ന് നിലവിലില്ല എങ്കിൽ അതിന്റെ പകർപ്പിന് എന്തു ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം ഇവിടെ എടുത്തു ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട TMC MLA ആയ ഹുമയൂൺ കബീർ ആകട്ടെ മുർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗ പ്രദേശത്താണ് അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ ആ ഒരു മാതൃകയിൽ മസ്ജിദ് നിർമ്മിക്കുന്നത്. ഉത്തർപ്രദേശിലെ മിസാപൂർ സന്ദർശന വേളയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഹിമന്ത് വിശ്വ ശർമ്മ ഇതിനെക്കുറിച്ച് തുറന്നടിച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ഈ പള്ളിയുടെ നിർമ്മാണമാകട്ടെ ഇതിനോടകം തന്നെ വ്യാപകമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ബെൽദംഗയിലെ റെജൻ നഗറിലാകട്ടെ നിർമ്മിക്കുന്ന ബാബറി മസ്ജിദ് അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നും ഹുമയൂൺ കബീർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 11 ഏക്കർ സ്ഥലത്താണ് പള്ളി നിർമ്മിക്കുന്നതും. ഇതിന്റെ നിർമ്മാണത്തിന് ഏകദേശം 50 മുതൽ 55 കോടി രൂപ വരെ ചിലവ് വരും. ഇസ്ലാമിന്റെ പേരിൽ ഞാൻ ആരെയും എതിർക്കില്ല. അതേപോലെ തന്നെ എന്റെ ഏക ലക്ഷ്യം, അതായത് ഹുമയൂൺ കബീറാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. എന്റെ ഏക ലക്ഷ്യം എന്റെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുകയും എന്റെ അവിടെ വിശ്വാസങ്ങൾ കർശനമായി തന്നെ പിന്തുടരുകയും ചെയ്യുക എന്നതാണ്. ആരുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കുകയല്ല എന്റെ ലക്ഷ്യം എന്നതായിരുന്നു ഹുമയൂൺ കബീർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതേസമയം ബാബറി മസ്ജിദ് മാതൃകയിലുള്ള പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ ആഴ്ച ആരംഭിക്കുമെന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതേപോലെ തന്നെ ബെൽഡംഗയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി തന്നെ പ്രദേശത്ത് വൻ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 6 തറക്കല്ലിട്ട വിവാദ നിർമ്മിതിയുടെ പ്ലാൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നതും. ബുധനാഴ്ച രാവിലെ 10 മണിക്ക്, അതായത് കഴിഞ്ഞ ആഴ്ച വരുന്ന 10 മണി സമയത്താണ് ഖുർആൻ പാരായണത്തോടു കൂടി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 1200ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് വിവരം. അതേസമയം ബാബറി മസ്ജിദ് ഒരിക്കലും പുനർനിർമ്മിക്കില്ല എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയ്ക്കെതിരെ കബീർ രംഗത്ത് വന്നിരുന്നു. അതായത് യോഗിജിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ബാബറി നിർമ്മാണം തടയുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ തടയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുർഷിദാബാദിലേക്ക് വരട്ടെ, അവിടെ വെച്ച് കാണാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർത്തിട്ടില്ല എന്നും പിന്നെ എന്തിനാണ് ഈ ഒരു നീക്കത്തെ അവർ എതിർക്കുന്നത് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. പള്ളിയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ അവിടെ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുർഷിദാബാദിലെ പ്ലാസി മുതൽ ദിജാപൂർ വരെയുള്ള സ്ഥലങ്ങളിലേക്കാണ് യാത്ര സംഘടിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.